കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമുക്ക് ലഭ്യമാക്കിയ വിലപ്പെട്ട സാവകാശങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ഈ രാത്രിയിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ജോണി പാസ്റ്റർ, ഈ സുമിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് ഈ രാത്രിയിൽ സഹായിക്കട്ടെ. വളരെ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനമായിരിക്കാം. ഞാൻ മുഖവരകൾ ഒട്ടും ദീർഘമാക്കാതെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുവാൻ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ദൈവജന ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 13, 14, 15, 16 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കാം. വേദപുസ്തകം കയ്യിലുള്ളവരെല്ലാവരും വേദപുസ്തകം ഒന്ന് തുറന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സിലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് എന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളെ ആസ്പദീകരിച്ചാണ് ഈ രാത്രിയിൽ നിങ്ങളോട് സന്ദേശം എനിക്ക് ലഭിച്ച സമയത്തിനകത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനം ആയിരിക്കാം. വേദപുസ്തകം നാം വായിക്കുമ്പോൾ വേദപുസ്തകത്തിലെ പല വാക്യങ്ങളും പല സന്ദർഭങ്ങളിലും പല പശ്ചാത്തലങ്ങളിലും നമ്മെ ആഴമായി സ്വാധീനിക്കാറുണ്ട്, സന്തോഷിപ്പിക്കാറുണ്ട്. എന്നെ ദിവസങ്ങളിൽ ആഴമായി സ്വാധീനിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന 3 വാക്യങ്ങൾ പ്രാരംഭത്തിൽ എന്ന് പറഞ്ഞിട്ട് നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഒന്ന്, 25-ാം സങ്കീർത്തനം 3-ാം വാക്യം. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. റോമാലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ ഈ 3 വാക്യങ്ങളോട് ചേർത്ത് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം: ദൈവത്തെ കാത്തിരിക്കുന്നവൻ ലജ്ജിക്കത്തില്ല, ദൈവമുഖത്തേക്ക് നോക്കുന്നവൻ ലജ്ജിക്കത്തില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. തീർച്ചയായും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തെയാണോ കാത്തിരിക്കുന്നത്? ദൈവമുഖം മാത്രമാണോ അന്വേഷിക്കുന്നത്? ദൈവത്തിൽ മാത്രമാണോ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും നിങ്ങളോട് പറയാൻ ഒരു സന്ദേശമുണ്ട്: നിങ്ങൾ ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. പക്ഷെ 25-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ സ്തോത്രം വളരെ ശക്തമായി പറയുന്ന വാക്ക്: നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, പക്ഷെ വെറുതെ ദ്രോഹിക്കുന്നവർ, ദൈവത്തെ കാത്തിരിക്കുന്നവനെ, ദൈവത്തെ ആരാധിക്കുന്നവനെ, ദൈവത്തോട് നിലവിളിക്കുന്നവനെ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോയ ചരിത്രം വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തെ കാത്തിരിക്കുന്നവൻ ഒരു കാലത്തും ഒരു നേരത്തും ഒരു സമയത്തും ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് വളരെ സന്തോഷവദനരായി ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറുവാൻ വളരെ പ്രാർത്ഥനാ നിരതരായി നമുക്ക് ദൈവസന്നിധാനത്തിൽ ആയിരിക്കാം. നാം വായിച്ച ദൈവത്തിന്റെ വചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലൂക്കോസിനെ ഇങ്ങനെ പരിചയപ്പെടുത്താം. അപ്പോസ്തലനായ പൗലൂസിന്റെ കൂടെ, ബർന്നബാസിന്റെ കൂടെ, തിമോഥെയോസിന്റെ കൂടെ കർത്താവിന്റെ വേലയിൽ അഹോരാത്രം അധ്വാനിച്ച, വളരെ അധ്വാനം ചെയ്ത, അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനാണ് ലൂക്കോസ്. ലൂക്കോസ് ഒരു സുവിശേഷകൻ ആകുമ്പോൾ തന്നെ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നു, തനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, താൻ വൈദ്യനായിരുന്നു. വൈദ്യനാകുമ്പോൾ തന്നെ ലൂക്കോസ് ഒരു യഹൂദനല്ല, താൻ ഒരു യവനനാണ്.
ഗ്രീക്കുകാരനായ മനുഷ്യനാണ്. അപ്പോൾ വൈദ്യനായ സുവിശേഷകനായ യവനനായ ലൂക്കോസിനെ കൊണ്ട് യേശു ക്രിസ്തുവിന് ഒരു സുവിശേഷം എഴുതിക്കാൻ പ്രസാദം തോന്നി. അങ്ങനെ യേശുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധികരിച്ചുകൊണ്ട് ലൂക്കോസ് എഴുതി തുടങ്ങി, എഴുതി അവസാനിപ്പിക്കുകയാണ്. 1 മുതൽ 24 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു മനസ്സിലാക്കിയാൽ ഈ പുസ്തകത്തിനകത്ത് മുഴുവനും യേശുവിന്റെ മനുഷ്യത്വം ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ മനുഷ്യപുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാടിലാണ് ലൂക്കോസ് എഴുതി തുടങ്ങുന്നതും എഴുതി അവസാനിപ്പിക്കുന്നു. ഇനി ഈ പുസ്തകം ആർക്ക് എഴുതി എന്ന ചോദ്യത്തിന് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മറുപടി നൽകുന്നു. ശ്രീമാനായ തെയോഫിലോസിന് വളരെ ക്രമമായി, വളരെ സൂക്ഷ്മമായി സകലതും പരിശോധിച്ചിട്ട് ലൂക്കോസ് ഇങ്ങനെ തൂലിക ചലിപ്പിച്ച് എഴുതി വരുമ്പോൾ 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് യേശു ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ലൂക്കോസ് നമുക്ക് ആ അധ്യായത്തിൽ എഴുതി നൽകുകയാണ്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് യേശു ചെയ്യുന്ന 3 ഉയർപ്പിന്റെ ശുശ്രൂഷകളുണ്ട്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, മർക്കോസ് എഴുതിയ സുവിശേഷം 5-ൽ യായിറോസിന്റെ കുഞ്ഞുമകളെ യേശു ഉയർപ്പിക്കുന്നു. ലൂക്കോസ് 7-ൽ നൈൻ പട്ടണത്തിലെ വിധവയുടെ ഏകജാതനായ മകനെ യേശു ഉയർപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് കിടന്ന ലാസറിനെ ഉയർപ്പിക്കുന്നു. അപ്പോൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു ഉയർപ്പിച്ച 3 സംഭവങ്ങളാണ് സുവിശേഷകന്മാർ ആത്മനിറവിൽ നമുക്ക് വിശദീകരിക്കുന്നത്. അതിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ നൈൻ പട്ടണത്തിലെ വിധവയുടെ ഏകജാതനായ മകനെ യേശു ഉയർപ്പിക്കുന്നു. ഇനി എല്ലാവരും എന്നെ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ചില ആത്മീയ സന്ദേശങ്ങൾ ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ച് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഫർനഹൂമിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് നൈൻ എന്ന് പറയുന്ന പട്ടണം. നൈൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സൗന്ദര്യമെന്നാണ്. പക്ഷേ ഏത് സൗന്ദര്യ അന്തരീക്ഷത്തെയും ഒറ്റ നിമിഷം കൊണ്ട് മരണം എന്ന യാഥാർത്ഥ്യം പിടിക്കുമെന്നാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്. ഏത് ആർഭാടങ്ങളെയും, ഏത് സന്തോഷ നിമിഷങ്ങളെയും, ഏത് ഉല്ലാസ നിമിഷങ്ങളെയും ഒറ്റ നിമിഷം കൊണ്ട് മരണം എന്ന യാഥാർത്ഥ്യം കീഴടക്കി കളയും. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ആഴമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ കൂടാരത്തിൽ ഇപ്പോൾ 2ാമത്തെ മരണമാണ് പ്രധാനപ്പെട്ടതായി നടക്കുന്നത്. ഒന്ന്, ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയി, അതുകൊണ്ടാണ് ആ സഹോദരി വിധവയായത്. അപ്പോൾ തന്നെ ഇപ്പോൾ ആ തലമുറയും മരിച്ച് ലോകത്തോട് വേർപെട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ എല്ലാവരും കേൾക്കൂ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടാരത്തിനകത്ത്, നൈൻ എന്ന് പറയുന്ന ഒരു കൂടാരത്തിനകത്ത്, ഞാൻ ആ ഭാഗം പറയുമ്പോൾ എന്റെ ഹൃദയത്തിനകത്തുള്ള ഒരു ചിന്തയാണ്, എന്റെ ഒരു വിലയിരുത്തലാണ്. നിങ്ങൾ എല്ലാവരും കേൾക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടാരത്തിൽ, നൈൻ പട്ടണത്തിൽ ഒരു അപ്പനും അമ്മയ്ക്കും ഒരു മകൾ ജനിക്കപ്പെടുകയാണ്. ആ മകൾ ജനിച്ചു, ആ മകൾ വളർന്നു, വിവാഹപ്രായത്തിലെത്തി. വിവാഹപ്രായത്തിലെത്തിയപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹോലോചന തനിക്ക് വന്നു. അതിനെ തുടർന്ന് ആ സഹോദരി വിവാഹിതയാകുന്നു. അങ്ങനെ നൈൻ പട്ടണത്തിലെ ആ സഹോദരി ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ശ്രേഷ്ഠകരമായ കുടുംബജീവിതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രേഷ്ഠകരമായ കുടുംബജീവിതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ സഹോദരിയുടെ ഒരു വലിയ പ്രതീക്ഷ ഇപ്പോൾ മുഴുവനും അവിടെ ഭർത്താവിലാണ്. എല്ലാ പ്രതീക്ഷകളും ഭർത്താവിൽ അർപ്പിച്ചുകൊണ്ട് അവിടെ ജീവിതം തുടങ്ങുന്നു. അങ്ങനെ കുടുംബജീവിതം മുൻപോട്ട് പോകുന്നു. പിന്നീട് ആ കൂടാരത്തിനകത്തെ സന്തോഷത്തെ ഇരട്ടിയാക്കുന്ന തരത്തിൽ ആ കൂടാരത്തിൽ ഒരു തലമുറ ജനിക്കപ്പെടുകയാണ്. അപ്പോൾ ആ കൂടാരത്തിന്റെ സന്തോഷം ഏറ്റവും അധികം വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ കൂടാരം ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ആ ദേശത്ത് നന്നായിട്ടുള്ള സന്തോഷത്തിൽ മുൻപോട്ടു പോകുന്ന സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം, പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് മരണത്തിന്റെ തണുത്തകരം ആ കൂടാരത്തിലെ ആ സഹോദരിയുടെ ഭർത്താവിനെ പിടിമുറുക്കുകയാണ്. മരണത്തിന്റെ ആ തണുത്തകരം ആ സഹോദരനെ പിടിമുറുക്കിയ ദിവസം അവൾക്ക് മറക്കാൻ പറ്റില്ല.
അവൾക്ക് മറക്കാൻ പറ്റില്ല. ഏറ്റവും സങ്കടത്തോടെ അവൾ കരഞ്ഞ ദിവസം, എല്ലാ തരത്തിലും നിരാശയോടെ കരഞ്ഞ ദിവസം. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, അവിടെ പ്രതീക്ഷ അവിടെ ഭർത്താവിൽ വെച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടെ ഭർത്താവ് ലോകത്തോട് യാത്ര പറയുന്നത്. ആ ദിവസം നിങ്ങളുടെ ചിന്തയിലൊന്ന് നിങ്ങൾ കൊണ്ടുവന്നേ. പ്രതീക്ഷ എല്ലാ തരത്തിലും ഭർത്താവിൽ വെച്ച് ആ സഹോദരിക്ക്, ആ ഭർത്താവ് മരിച്ച സമയത്ത് പ്രതീക്ഷ മുഴുവൻ കൊഴിഞ്ഞു പോയല്ലോ, പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന വേദനയോടെ അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും അവൾ തകർന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയുടെ കണ്ണ് ആ തലമുറയിൽ ഉടക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആ തലമുറയിലേക്ക് അവിടെ കണ്ണ് ഉടക്കിയ സമയത്ത് അവൾക്കൊരു കാര്യം മനസ്സിലായി. ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഒരു ആൺതലമുറയാണ്. ആൺതലമുറയുടെ നന്മ ഞാൻ അനുഭവിക്കും. ആൺതലമുറയുടെ ഉയർച്ച ഞാൻ കാണും. അവന്റെ വിദ്യാഭ്യാസം ഞാൻ കാണും. അവന്റെ ഭാവി ഞാൻ കാണും. അവന്റെ വിവാഹം ഞാൻ കാണും. അവന്റെ മക്കളെ ഞാൻ വളർത്തും. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പ്രതീക്ഷ അവരുടെ ഹൃദയത്തിനകത്ത് രൂപപ്പെടുകയാണ്. ഞാൻ പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ആദ്യം പ്രതീക്ഷ അവിടെ ഭർത്താവിലായിരുന്നു. ഭർത്താവ് മരിച്ചപ്പോൾ ഇപ്പോൾ പ്രതീക്ഷ തലമുറയിലായി. ഇനി തലമുറയിൽ ഇങ്ങനെ പ്രതീക്ഷ വെച്ച് മുൻപോട്ട് ജീവിക്കുന്ന സമയത്താണ് ഭർത്താവിനെ പിടിച്ച മരണത്തിന്റെ തണുത്ത കരം ഒരു ദിവസം, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്തൊരു ദിവസത്തിൽ ആ തലമുറയ്ക്ക് നേരെയും വരുന്നത്. ആ തലമുറയുടെ മേൽ മരണത്തിന്റെ ബലിഷ്ഠമായ കരം വെച്ച്, മരണത്തിന്റെ തണുത്ത കരം വെച്ച് ആ തലമുറയെയും മരണമെന്ന യാഥാർത്ഥ്യം പിടിച്ച് എടുത്തു കൊണ്ടുപോകുകയാണ്. ഇനി നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ അവിടെ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ആദ്യം ഭർത്താവിലായിരുന്നു പ്രതീക്ഷ, ഇപ്പോൾ തലമുറയിലായിരുന്നു പ്രതീക്ഷ. ഇപ്പോൾ തലമുറ മരിച്ചപ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി അടുത്ത ദൂതിന് നിങ്ങളെല്ലാം ആമേൻ പറയണം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അവിടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. ഇന്ന് രാത്രി കേട്ടോണം, സകല പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഇടത്ത് പുത്തൻ പ്രതീക്ഷയുടെ ചിറക് മുളപ്പിക്കുന്നവനാണ് നാം ആരാധിക്കുന്ന ദൈവം. എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുന്ന ഇടത്ത്, എല്ലാ പ്രതീക്ഷയും തകരുന്ന സ്ഥലത്ത് പുത്തൻ പ്രതീക്ഷയുടെ വാതായനങ്ങൾ, പുത്തൻ പ്രതീക്ഷയുടെ ചിറകുകൾ മുളപ്പിക്കുന്നവനാണ്, തുറക്കുന്നവനാണ് നാം ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി ആഴമായി വെളിപ്പെടുത്തുന്ന ഒരു ആത്മീയ സന്ദേശം എന്താണെന്നറിയാമോ? പ്രതീക്ഷകളെല്ലാം ഉടഞ്ഞ ഇടത്ത്, എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താകുന്ന ഇടത്ത് പുത്തൻ പ്രതീക്ഷയുടെ വാതായനങ്ങൾ, പുത്തൻ പ്രതീക്ഷയുടെ ചിറകുകൾ മുളപ്പിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം ഇന്ന് രാത്രിയിലും ആരാധിക്കുന്നത്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മിസ്രൈമിൽ 430 വർഷം ഇസ്രായേൽ മക്കൾ അടിമകളായി പാർക്കുകയാണ്. 430ാമത്തെ വർഷം അമ്രാമിന്റെയും യോഖെബേദിന്റെ മകനായ മോശയെ ദൈവം പുറത്തു കൊണ്ടുവന്ന് 80ാമത്തെ വയസ്സിൽ ഫറവോന്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞു, എന്റെ ജനത്തെ ആരാധിപ്പാൻ വേണ്ടി വിട്ടയക്കണം, എന്റെ ജനത്തെ ആരാധിപ്പാൻ വേണ്ടി വിട്ടയക്കണം എന്ന ശബ്ദം ആദ്യം ഫറവോ നിരസിച്ചെങ്കിലും ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിന്റെ അധികാരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുകയാണ്. 430 വർഷത്തെ അടിമച്ചങ്ങല പൊട്ടി ഇസ്രായേൽ മക്കൾ മുൻപോട്ട് വരുന്ന ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ 30 ലക്ഷം ജനമാണ്. അവർ ഒന്നിച്ച് ഇതാ വളരെ സന്തോഷത്തോടെ ചോരത്തളി ആചരിച്ച് പെസഹ ആചരിച്ച് അവർ കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ അവർ ആദ്യം അഭിമുഖീകരിക്കുന്ന വിഷയം ചെങ്കലിന്റെ തീരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചെങ്കലിന്റെ തീരത്ത് അവർ വന്നു നിൽക്കുകയാണ്. മുൻപോട്ട് അവർക്ക് പോകാൻ കഴിയില്ല. കാരണം ചെങ്കടൽ വളരെ ശക്തിയോടെ അവർ മുമ്പിൽ ഒഴുകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറകിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. എല്ലാവരും കേൾക്കണം, പുറകിലേക്ക് പോകാൻ കഴിയില്ല. പുറകിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ കാര്യം, പുറകിൽ
ഫറവോയും അവന്റെ സൈന്യവും വരുന്നുണ്ട്. ഫറവോയും സൈന്യവും പറയുന്ന വാക്ക്, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ വാളാൽ അവരെ നിഗ്രഹിക്കും, എന്റെ ആശ അവരിൽ നിറവേറ്റും എന്ന വൈരാഗ്യ മനോഭാവത്തോടെ, തകർക്കാം എന്നുള്ള ചിന്താഗതിയോടെ ഇതാ ഫറവോ പുറകിൽ അണിനിരക്കുകയാണ്. ഇരുവശത്തേക്കും പോകാൻ പറ്റില്ല. കാരണം പർവ്വതങ്ങളാൽ മുമ്പിലേക്ക് പോകാൻ കഴിയില്ല, പുറകിലേക്ക് പോകാൻ കഴിയില്ല, ഇരുവശത്തേക്കും പോകാൻ കഴിയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു. പ്രതീക്ഷകൾ അസ്തമിച്ച ജനം ഇതാ പെറുപിറുക്കാൻ തുടങ്ങി. പെറുപിറുത്ത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊല്ലുവാൻ കൊണ്ടുവന്നത്? മോശെ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ജനം പെറുപിറുക്കുകയാണ്. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. മുമ്പിലേക്ക് പ്രതീക്ഷയില്ല, പുറകിലേക്ക് പോകാൻ പറ്റില്ല, ഇരുവശത്തേക്കും പോകാൻ പറ്റില്ല. പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു, പ്രതീക്ഷകൾ മുഴുവൻ തകർന്നുപോയി. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രതീക്ഷകൾ മുഴുവൻ തകർന്നുപോയി നിൽക്കുന്ന ഒരു കൂട്ടം ജനം, 30 ലക്ഷം ജനം. അതിന് നേതാവായി നിൽക്കുന്ന മോശയുടെ മുഖത്തെ മോശ വിശ്വാസത്താൽ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്നുള്ള സന്ദേശം മോശ പറഞ്ഞതിനെ തുടർന്ന് ദൈവം മോശയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മോശേ നിന്റെ കയ്യിലിരിക്കുന്നത്. മോശ പറഞ്ഞു, വടിയാണ്. വടി ചെങ്കലിന് നേരെ നീട്ടുക. വടി ചെങ്കലിന് നേരെ നീട്ടുന്ന സമയത്ത് ചെങ്കടൽ ദൈവം വിഭാഗിച്ച് ചെങ്കൽ പാതയൊരുക്കി തന്റെ ജനത്തെ അക്കരെ കടത്തുകയാണ്. അതിനകത്തെ സന്ദേശം എന്താണെന്നറിയാമോ? പ്രതീക്ഷകൾ എവിടെയൊക്കെയാണോ നഷ്ടപ്പെടുന്നത്, പ്രതീക്ഷകൾ എവിടെയൊക്കെയാണോ തകരപ്പെടുന്നത്, അവിടെ തന്നെ പുത്തൻ പ്രതീക്ഷയുടെ ഉറപ്പുള്ള വഴികൾ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പുത്തൻ പ്രതീക്ഷയുടെ ഉറപ്പുള്ള വഴികൾ. ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം തുറന്നു കൊടുത്ത വഴി ഒരിക്കലും ചതുപ്പ് നിലമല്ല, ചതുപ്പ് നിലമല്ല, വെള്ളം മാറിയ ചതുപ്പ് നിലമല്ല ദൈവം ഇസ്രായേൽ മക്കൾക്ക് തുറന്നു കൊടുത്തത്. ദൈവം തുറന്നു കൊടുത്തത് ഉറപ്പുള്ള വഴിയാണ്. 2024 ഒക്ടോബർ മാസം ഇന്നേ തീയതിയിൽ പരിശുദ്ധാത്മാവ് ചില കൂടാരങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി പ്രവചിച്ചു പറയുന്നു, പ്രതീക്ഷകളൊക്കെ എവിടെ അസ്തമിച്ചോ, എവിടെ തകർന്നോ, അവിടെ തന്നെ നടക്കുവാൻ കരുത്ത് നൽകുന്ന ഉറപ്പുള്ള ചില പ്രതീക്ഷയുടെ വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു നൽകാൻ പോകുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ വചനത്തോട് പ്രതികരിക്കാൻ കഴിയുന്നുണ്ട്? ഉറപ്പുള്ള ചില പ്രതീക്ഷയുടെ വഴികൾ. നീ എവിടെ തീരുമെന്ന് ശത്രു പറഞ്ഞു, നീ എവിടെ അവസാനിക്കുമെന്ന് ശത്രു പറഞ്ഞു, എന്റെ വാളാൽ നീ തീരുമെന്ന് ശത്രു പറഞ്ഞു. ഇല്ല, ശത്രുവിന്റെ പദ്ധതികളെ മുഴുവൻ പൊളിച്ചുകൊണ്ട് തന്റെ ജനത്തിനു വേണ്ടി പുതിയ പ്രതീക്ഷയുടെ വഴികൾ എന്റെ ദൈവം തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് ആമേൻ പറയാം. ഹല്ലേലൂയ. ഇനി മുമ്പിലേക്ക് നിങ്ങൾ പഠിച്ചു വരിക. മുമ്പിലേക്ക് പഠിച്ചു വരുമ്പോൾ ചെങ്കടൽ കടന്നു. ഇപ്പോൾ എത്തിയ സ്ഥലം ഷൂർ എന്ന് പറയുന്ന മരുഭൂമിയാണ്. 3 ദിവസം അവർക്ക് വെള്ളം കിട്ടിയില്ല. ഇപ്പോൾ 30 ലക്ഷം ജനം മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. അങ്ങ് ദൂരെ ഒരു അരുവി. അവർ ഓടിച്ചെന്ന് വെള്ളം കുടിച്ചു നോക്കിയപ്പോൾ കുടിച്ച ആദ്യത്തെ വ്യക്തി വിളിച്ചു പറഞ്ഞു, കുടിക്കരുത്, കയ്പാൻ. ഞാൻ ചോദിക്കട്ടെ, പ്രതീക്ഷിച്ചത് എന്താണ്? കയ്പ് ജലം. പ്രതീക്ഷിച്ചത് ദാഹജലമാണ്, കിട്ടിയത് കയ്പ് ജലമാണ്. പ്രതീക്ഷിച്ചത് ഉയർച്ചയാണ്, കിട്ടിയത് താഴ്ചയാണ്. പ്രതീക്ഷിച്ചത് ഉന്നമനമാണ്, കിട്ടിയത് അരാജകത്വമാണ്. പ്രതീക്ഷിച്ചത് വലിയ വിജയമാണ്, കിട്ടിയത് പരാജയങ്ങളാണ്. പ്രതീക്ഷിച്ചത് അനുഗ്രഹമാണ്, കിട്ടിയത് ശാപമാണ്. പ്രതീക്ഷിച്ചത് വെളിച്ചമാണ്, കിട്ടിയത് ഇരുളാൻ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ, പ്രതീക്ഷിച്ച് ദാഹജനമായി കിടക്കുമ്പോൾ കിട്ടിയത് കയ്പ് വെള്ളമാണ്. പ്രതീക്ഷകൾ മുഴുവൻ കയ്പായി മാറിയ ഇടത്ത് ജനമെല്ലാം പിറുപിറുത്തു. പക്ഷെ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. വൃക്ഷം വെട്ടി വെള്ളത്തിലിട്ട സമയത്ത് പ്രതീക്ഷ എവിടെയാണോ കയ്പായത്, അവിടെ തന്നെ പ്രതീക്ഷകളെ ദൈവം മധുരമാക്കി. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഈ 2024 ഒക്ടോബർ മാസം ഇന്നേ തീയതിയിൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഈ ദിവസം പ്രതീക്ഷ കയ്പായ അതേ ഇടത്ത് തന്നെ പുത്തൻ പ്രതീക്ഷയുടെ മധുരം എന്റെ യേശു തുറക്കാൻ പോകുകയാണ്. എവിടെയാണോ കയ്പെന്ന് പറഞ്ഞത്, പ്രതീക്ഷകൾ മുഴുവൻ കയ്പ്, ആ കുടുംബ ജീവിതത്തിനകത്ത്, ആ ഭാവിക്കകത്ത്, ആ തലമുറയുടെ വിഷയത്തിനകത്ത്, കയ്പായ മേഖലയ്ക്കകത്ത് പുത്തൻ പ്രതീക്ഷയുടെ മധുരങ്ങൾ ദൈവം
പകരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസം രാത്രി ആ വചനം ഒന്ന് ഭക്ഷിക്കാൻ നമുക്ക്, ആ വചനം ഒന്ന് സ്വീകരിക്കാൻ നമുക്ക്. നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ഈ വചനം ഒന്ന് ഭക്ഷിക്ക്. നിങ്ങളുടെ പ്രതീക്ഷകൾ എവിടെയാണോ കൈപ്പായത് അവിടെ തന്നെ പുത്തൻ പ്രതീക്ഷയുടെ മധുരം എന്റെ ദൈവം തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വരിക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗെനസരേത്ത് തടാകത്തിന്റെ കരയിൽ ധാരാളം ബോട്ടുകൾ അടുപ്പിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ എല്ലാം കഠിനാധ്വാനത്തിന് വേണ്ടി കടലിലേക്ക് പോയതാണ്. എല്ലാ ബോട്ടുകളും നിരത്തിയിട്ടിട്ട് പത്രോസ് ഉള്ളതായ ഒരു പടകിൽ, ഷീമോനുള്ള ഒരു പടകിൽ യേശു കേട്ട് പറഞ്ഞു, ഷീമോനെ, ഈ പടക് കരയിൽ നിന്ന് അല്പം കടലിലേക്ക് നിറക്കണം. ജനമെന്നെ തിക്കുന്നത് എനിക്ക് ഭാരമാണ്. ജനത്തോട് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പടക് കരയിൽ നിന്ന് അല്പം കടലിലേക്ക് നീക്കണം. യേശുവിന്റെ വാക്ക് അനുസരിച്ച് ആ കരയിൽ നിന്ന് അല്പം ആ പടക് കടലിലേക്ക് ഇറക്കി കൊടുത്തു. യേശു അതിലേക്ക് കയറി ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, ഉപദേശിച്ചു എന്നാണ്. ഉപദേശിച്ചു തീർന്നപ്പോൾ യേശു ഷീമോന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഷീമോനെ, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവീൻ. പെട്ടെന്ന് ഷീമോന്റെ ഒരു വാക്കുണ്ട്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ നിന്റെ വാക്കിന് വലയിറക്കാം, നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ് ഷീമോൻ വലയിറക്കുന്ന സമയത്ത് വേദപുസ്തകം പറയുന്നു, പെരുത്ത മീൻകൂട്ടം ആ വലയിൽ അകപ്പെട്ട് വല കീറാറായി. ഇനി ഞാൻ ഒരു സന്ദേശം നിങ്ങളോട് വ്യക്തമാക്കാം. നിങ്ങൾ 5-ാം അധ്യായം വായിച്ചാൽ ഇങ്ങനൊരു വാക്യം കാണാൻ കഴിയും. വലക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. എന്താ വലക്കാർ ഇറങ്ങി വല കഴുകുന്നതിന്റെ കാര്യം? വല വൃത്തിയാക്കുക മാത്രമല്ല, വലക്കാർ ഇറങ്ങി വല കഴുകുന്നതിന്റെ കാര്യം ഇന്നത്തെ പ്രതീക്ഷ തീർന്നു എന്ന് കാണിക്കുക. ഇന്നത്തെ പ്രതീക്ഷ തീർന്നു, ഇനി നാളത്തേനാ പ്രതീക്ഷ. മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വല കഴുകുന്നത് വൃത്തിയാക്കാൻ വേണ്ടി മാത്രമല്ല, അവർ വാക്കും ഭാഷണവും കൂടാതെ നമ്മോട് പറയുന്ന കാര്യം, ഇന്നത്തെ പ്രതീക്ഷ തീർന്നു കേട്ടോ, ഇനി നാളത്തേനാ പ്രതീക്ഷ. ഇന്നത്തെ പ്രതീക്ഷ തീർന്നു, നാളത്തേന് പ്രതീക്ഷ വെക്കുവാൻ വല കഴുകി വെക്കുന്ന ഷീമോനോട് പറഞ്ഞു, നിന്റെ പ്രതീക്ഷ കഴിഞ്ഞെങ്കിൽ എന്റെ പ്രതീക്ഷ നിന്നിൽ തുടങ്ങാൻ പോകുകയാണ്. ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. എവിടെയാണോ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടത്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണോ പ്രതീക്ഷകൾ മുഴുവൻ ശൂന്യമായത്, അവിടെ തന്നെ പുത്തൻ പ്രതീക്ഷയുടെ നിറവ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പുത്തൻ പ്രതീക്ഷയുടെ നിറവ്. എവിടെയാണോ ആ വല, ആ പടക് ശൂന്യമായത്, അവിടെ തന്നെ, ആ കടലിൽ തന്നെ, ആ പടകിൽ തന്നെ, ആ വലയിൽ തന്നെ പുത്തൻ പ്രതീക്ഷയുടെ നിറവ് എന്റെ കർത്താവ് കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഈ ദൂത് വിശ്വസിച്ചേ മതിയാകൂ. എവിടെയാണോ പ്രതീക്ഷകൾ മുഴുവൻ ശൂന്യമായത്, അതേ സ്ഥലത്ത്, അതേ രാജ്യത്ത്, അതേ ഇടത്ത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ വചനം സ്വീകരിക്ക്. അതേ ജോലിക്കകത്ത് പ്രതീക്ഷകൾ എവിടെയാണോ ശൂന്യമായത്, അവിടെ തന്നെ ഒരു നിറവ് നിന്റെ കർത്താവ് കൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് ആമേൻ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ കേട്ടോ പ്രിയപ്പെട്ടവരെ, യായിറോസിന്റെ കുഞ്ഞുമകൾ അത്യാസൻ നിലയിൽ കിടക്കുകയാണ്. യേശുവിന്റെ അടുക്കിലേക്ക് യായിറോസ് വന്ന് പറയുന്നു, ഗുരു, എന്റെ കുഞ്ഞ് ദീനം മൂർച്ഛിച്ച് അത്യാസന നിലയിൽ കിടക്കുക, നീ വന്ന കുഞ്ഞ് രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് അവിടെ മേലൊന്ന് കൈവയ്ക്കണം. യേശുവിനെ ക്ഷണിച്ചു കൊണ്ടുപോകുകയാണ്. യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് രക്തസ്രാവക്കാറ്റ് സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നത്. പിന്നീട് യേശുവിനെ വീണ്ടും യായിറോസിന്റെ കൂടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ഒരാള് ഓടി വന്ന് യായിറോസിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞുമകൾ മരിച്ചുപോയി. ഈ വാർത്ത കേട്ടയുടനെ യായിറോസിന്റെ മുഖം വാടി, ഹൃദയം തകർന്നു, കണ്ണിലൂടെ കണ്ണുനീർ ധാരാധാരായ താഴേക്ക് വീഴുമ്പോൾ യേശു യായിറോസിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഭയപ്പെടേണ്ട, ആ വാക്ക് കാര്യമാക്കേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക.
ഇനി യായോസിന്റെ വീട്ടിലേക്ക് നസ്രയൻ വരുന്നു. യായോസിന്റെ കുട്ടി മരിച്ച് കട്ടിലിൽ കിടക്കുന്നു. ആ തണുത്ത കരത്തിലേക്ക് യേശുവിന്റെ ജീവനുള്ള കൈ വെക്കുന്നു. ജീവനുള്ള കരം വെച്ച് യേശു പറഞ്ഞു, തലീത കുമി, ബാല എഴുന്നേൽക്ക്. ബാല എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ മാത്രയിൽ ബാല ചാടി എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നു. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പ്രതീക്ഷകൾ എവിടെയാണോ അസ്തമിച്ചത് അവിടെ തന്നെ പുത്തൻ പ്രതീക്ഷയുടെ ജീവൻ. ഓ, വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയണം. യേശുവിൻ നാമത്തിൽ ആ തലമുറയെ കുറിച്ചുള്ള, ആ കുടുംബജീവിതത്തെ കുറിച്ചുള്ള, ആ മുമ്പോട്ടുള്ള വഴികളെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ തീർന്നോ അവിടെ തന്നെ പുത്തൻ പ്രതീക്ഷയുടെ ജീവൻ. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് ആമേൻ പറയണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഉടയമന ഹന്തൽ കരാജന പുത്തൻ പ്രതീക്ഷയുടെ ചില ജീവൻ. ഇനി ആ തലമുറ വിടുവിക്കപ്പെടില്ല, ഇനി ആ തലമുറ മാനിക്കപ്പെടില്ല. ആ തലമുറയെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ മുഴുവൻ തീർന്നു എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ആത്മാവ് ഇടപെടുകയാണ്. ആ തലമുറയിലേക്ക് തന്നെ എന്റെ പുത്തൻ പ്രതീക്ഷയുടെ ജീവൻ ഞാൻ കൈമാറാൻ പോകുകയാണ്. യായിറോസേ, നിന്റെ പ്രതീക്ഷയെ നിന്റെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ, പക്ഷെ എന്റെ പ്രതീക്ഷ വീണ്ടും ആ തലമുറയിൽ കിടക്കുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്നാമേൻ പറയണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തലമുറയോർത്ത് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് ഇടപെടുകയാണ്. ആ തലമുറയിൽ തന്നെ പുത്തൻ പ്രതീക്ഷയുടെ ജീവൻ എന്റെ യേശു കൈമാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ സന്ദേശം, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട ഇടത്ത് പുത്തൻ പ്രതീക്ഷയുടെ ജീവൻ നൽകാൻ, പുത്തൻ പ്രതീക്ഷയുടെ നിറവ് നൽകാൻ, പുത്തൻ പ്രതീക്ഷയുടെ പുതുവഴി തുറക്കാൻ, പുത്തൻ പ്രതീക്ഷയുടെ അനുഭവങ്ങൾ ജീവിതത്തിനകത്ത് തുറക്കാൻ എന്റെ ദൈവത്തിന് ഇന്ന് രാത്രിയിലും കരുത്തുണ്ട്. ഇനി നാം ആ വാക്യങ്ങളിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ പോകുകയാണ്. 13-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെയാ വായിച്ചു തുടങ്ങിയത്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട്. ഇനി എല്ലാവരും കേൾക്കണം. നയീൻ പട്ടണത്തിലെ വിധവയുടെ ഏകജാതനായ മകൻ മരിച്ചുപോയി. ഇത് ഭയങ്കര സങ്കടമായ ഒരു അനുഭവമാണ്. ആ സങ്കടമായ അനുഭവം എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകണം. ഈ യുവാവാണ് മരിച്ചിരിക്കുന്നത്. യുവാവ് മരിച്ചിരിക്കുമ്പോൾ ധാരാളം പേർ കരയുന്നുണ്ട്, ധാരാളം പേർ അയം വിളിക്കുന്നുണ്ട്. കൂട്ടുകാരും സഹപ്രവർത്തകരും ചർച്ചക്കാരും ബന്ധുക്കാരും ഒക്കെ കരയുന്നുണ്ട്. കാരണം മരിച്ചത് ഒരു യൗവനക്കാരനാണ്. ആ മരിച്ച ശവമായി ഈ ശവമഞ്ചം ചുമന്നുകൊണ്ട് കുറെ ആൾക്കാർ മുൻപോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു, ധാരാളം പേർ കരയുന്നുണ്ട്. എല്ലാവരും കരയുന്നുണ്ടെങ്കിലും വേദപുസ്തകം പറയുന്നു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്ന് പറയുന്നത് എന്താർത്ഥം? എല്ലാവരും കരയുന്നുണ്ടെങ്കിലും, എല്ലാവരും നിലവിളിക്കുന്നുണ്ടെങ്കിലും, എല്ലാവരും അയ്യം വിളിക്കുന്നുണ്ടെങ്കിലും, കൂട്ടുകാരും സഹപ്രവർത്തകരും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിലവിളിക്കുന്നെങ്കിലും യേശു അവളെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നഷ്ടത്തിന്റെ തീവ്രത ആഴമായി ആരാണോ സഹിക്കുന്നത് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. എല്ലാവരെയും കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്നല്ല വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ഹൃദയത്തിന്റെ അകത്ത് ദുഃഖത്തിന്റെ തീവ്രത ആഴമായി തിരിച്ചറിഞ്ഞ്, ദുഃഖത്തിന്റെ തീവ്രത ആഴമായിട്ട് ഉള്ള ആ സഹോദരിയെ കണ്ട മാത്രയിൽ നസ്രയൻ മനസ്സലിഞ്ഞു. നസ്രയൻ മനസ്സലിഞ്ഞു. ഇനി എല്ലാവരും എന്നെ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഇനി മനസ്സലിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മനസ്സലിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മനസ്സലിയുക എന്ന് പറഞ്ഞാൽ മുഖം മ്ലാനമാകുന്നതല്ല, മുഖം ഒരു പ്രത്യേക ദിശയിലേക്ക് ഭാവത്തിൽ തിരിക്കുന്നതല്ല മനസ്സലിവ്. കരയുന്നതല്ല മനസ്സലിവ്. ഇതൊക്കെ നമ്മുടെ മനസ്സലിവാ. കേൾക്കുന്നുണ്ടോ? നിങ്ങളോട് ഒരു വ്യക്തി ഒരു ഗൗരവമായ കാര്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ വിഷയങ്ങളുടെ തീവ്രത നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ മുഖം മ്ലാനമാകാറുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ കണ്ണീരൊഴിക്കാറുണ്ട്, ഒരുപക്ഷെ ഒരു പ്രത്യേക ദിശയിലേക്ക് മുഖം തിരിച്ച് മുഖത്തിന്റെ ഭാവം മാറാറുണ്ട്. പെട്ടെന്ന് ആ വ്യക്തി വിചാരിക്കുന്നത് ആ പാസ്റ്റർക്ക്, ആ പ്രവാചകന്, ആ ദൈവദാസന്, ആ ജീവനക്കാരന്, ആ സാറിന്, ആ ബോസിന് എന്നോട് എന്തോ
ഒരു മനസ്സിലിവ്. എന്തോ ഒരു മനസ്സിലിവ് എങ്ങനെ തിരിച്ചറിഞ്ഞ്? ഒരുപക്ഷെ കണ്ണീര് വന്നുകൊണ്ട്, അല്ലെങ്കിൽ മുഖം ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ മുഖത്തിന്റെ ഭാവം മാറ്റിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി എന്തോ ആ പാസ്റ്റർക്ക് എന്നോട് മനസ്സിലിവ് തോന്നി. പക്ഷേ വേദപുസ്തകം പുതിയ നിയമത്തിൽ മനസ്സിലിയ എന്ന് എവിടെയൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രതിനിധിക്കുന്ന രണ്ടർത്ഥങ്ങളുണ്ട്. മനസ്സിലിയ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ സുവിശേഷ ഭാഗത്തിൽ രണ്ടർത്ഥങ്ങളാണ്. ഒന്ന്, മനസ്സിലിയ എന്ന പദത്തിന്റെ അർത്ഥം കൂടെ കഷ്ടപ്പെടുക എന്ന. കേൾക്കുന്നുണ്ടോ? കൂടെ കഷ്ടപ്പെടുക. ഇനി രണ്ടാമത്തെ അർത്ഥം ഗംഭീരമാണ്, എല്ലാവരും ഇത് തിരിച്ചറിയണം. മനസ്സിലിയ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം എന്റെ വേദന. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നിങ്ങളുടെ വേദന കർത്താവിന്റെ ഹൃദയത്തിൽ നിന്നാണ്. കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ വ്യക്തമാക്കുക. മനസ്സിലിയ എന്ന പദത്തിന്റെ രണ്ടാമത്തെ അർത്ഥം നിന്റെ വേദന എന്റെ ഹൃദയത്തിൽ എന്നാണ്. അപ്പൊ യേശു മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നൈൻ പട്ടണത്തിലെ വിധവേ, നിന്റെ വേദന ഇപ്പോൾ എന്റെ ഹൃദയത്തിനകത്തുണ്ടെന്ന. അപ്പൊ യേശു ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിൽ എന്നോട് മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്റെ ഹൃദയത്തിന്റെ വേദന കർത്താവിന്റെ ഹൃദയത്തിനകത്തുണ്ടെന്ന. എന്റെ വേദന എന്റെ കർത്താവിന്റെ ഹൃദയത്തെ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തി രാമേൻ പറ. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. ആ പ്രവാചകനോട്, ആ പ്രവാചകന്, ആ പാസ്റ്റർക്ക്, ആ ദൈവ മനുഷ്യന് അല്ല, എന്റെ സഭയിലുള്ളവർക്ക്, എന്റെ ബോസിന് എന്നോട് മനസ്സിലിവ് തോന്നണമേ എന്നല്ല. കർത്താവേ, അങ്ങക്കെന്നോട് മനസ്സിലിവ് തോന്നണമേ. അങ്ങക്കെന്നോട് മനസ്സിലിവ് തോന്നിയാൽ എനിക്കറിയാൻ പറ്റും എന്റെ ഹൃദയത്തിന്റെ വേദന അങ്ങയുടെ ഹൃദയത്തിനകത്തുണ്ട്. ഞാൻ വ്യക്തമാക്കാം, എല്ലാവരും കേട്ടോണം കേട്ടോ, ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് യേശു പലയിടങ്ങളിലും മനസ്സലിഞ്ഞതായിട്ടുണ്ട്, അല്ലേ? യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞിട്ട് യേശു വെറുതെ പോയെന്നാണോ? അല്ല, അവരുടെ ഇടയിലുള്ള രോഗികളെ യേശു സൗഖ്യമാക്കി. അങ്ങനെയല്ലേ? അവരുടെ ഇടയിലുള്ള രോഗികളെ യേശു സൗഖ്യമാക്കി. ഇനി രണ്ട് കുരുടന്മാരെ എരികോവിൽ വെച്ച് കണ്ട മാത്രയിൽ യേശു അവരോട് മനസ്സലിഞ്ഞിട്ട് യേശു അവരെ വിട്ടിട്ട് പോയെന്നല്ല, യേശു അവരെ കണ്ണിനെ തൊട്ടു, കണ്ണ് തുറന്നു വന്നു. ഇനി മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു പർവ്വതത്തിന്റെ ഇറങ്ങിയ സമയത്ത് ഒരു കുഷ്ഠരോഗി യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ട മാത്രം യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. യേശു പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് യേശു മനസ്സലിഞ്ഞ് അവനെ തൊട്ടെന്ന. യേശു മനസ്സലിഞ്ഞ് അവനെ തൊട്ടെന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുഷ്ഠരോഗിയുടെ ഹൃദയത്തിനകത്ത് വേദന എന്താ? നിങ്ങൾ, കുഷ്ഠരോഗിയുടെ ഹൃദയത്തിനകത്ത് വേദന എന്താ? എന്നോടാരും മിണ്ടുന്നില്ലെന്നല്ല, എന്നെ ആരും തൊടുന്നില്ലെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ ചർച്ചക്കാരോ സ്വന്തം ഭാര്യയോ മക്കളോ എന്നെ തൊടുന്നില്ല. എന്താ അവളുടെ ഹൃദയത്തിനകത്ത് വേദന? കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അവൻ അനുഭവിക്കുന്നത് എന്നോടാരും മിണ്ടുന്നില്ലെന്നല്ല, എന്നെ ആരും തൊടുന്നില്ല. ഞാൻ വരുന്ന സമയത്ത് അശുദ്ധൻ എന്ന് ഞാൻ വിളിച്ചു പറയുന്ന സമയത്ത് ജനമെല്ലാം എന്നെ വിട്ട് മാറിപ്പോകുകയാ. ഞാൻ പാളയത്തിന്റെ പുറത്താണ്, എനിക്ക് ആരോടും ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. ബന്ധങ്ങൾ മുഴുവൻ എന്ന് മുറിഞ്ഞു മാറി. ഞാൻ വിവാഹിതനാണെങ്കിൽ എന്റെ ഭാര്യ എന്നിൽ നിന്ന് അകന്നു മാറി. എനിക്ക് മക്കളുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്നോട് അകന്നു മാറി. എനിക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ ഒറ്റ ഫംഗ്ഷന് പോലും എന്നെ അവർ വിളിക്കാറില്ല. കാരണം ഞാൻ കുഷ്ഠരോഗിയാ. അവന്റെ ഹൃദയത്തിനകത്ത വേദന എന്നെ ആരും തൊടുന്നില്ലെന്ന. ഇനി അടുത്ത ദൂത് നിങ്ങളെല്ലാം ആമേൻ പറയണം. എന്നെ ആരും തൊടുന്നില്ലെന്ന് അവന്റെ ഹൃദയത്തിനകത്ത് ദുഃഖമുണ്ടെങ്കിൽ യേശു അവനോട് മനസ്സലിഞ്ഞു. യേശു മനസ്സലിഞ്ഞപ്പോൾ എന്താ മനസ്സിലായേ? യേശുവിന്റെ ഹൃദയത്തിനകത്ത് അവന്റെ വേദന വന്നു. യേശുവിന്റെ ഹൃദയത്തിനകത്ത് അവന്റെ വേദന വന്നു. എന്താ അവന്റെ വേദന? എന്നെ ആരും തൊടുന്നില്ല. യേശു അവനെ വാക്കുകൊണ്ട് സൗഖ്യമാക്കി. നല്ല പ്രിയപ്പെട്ടവരെ, യേശു അവന്റെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞിട്ട് അവനെ തൊട്ടു സുഖപ്പെടുത്തിയിരുന്ന. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യേശു മനസ്സലിഞ്ഞാൽ ആരും തൊടാത്തത് യേശു തൊടും. ആരും ഏറ്റെടുക്കാത്തത് യേശു ഏറ്റെടുക്കും. ആരും ശ്രദ്ധിക്കാത്തത് യേശു ശ്രദ്ധിക്കും. ഞാൻ ഇന്ന് രാത്രി
ഈ ദൂത് ഈ ദൈവസഭയോട് ഈ സൂം മീറ്റിംഗിൽ വന്ന് പ്രസ്താവിക്കുമ്പോൾ ദൈവത്തിന്റെ അവരോട് പറയുന്നു, 2024 ഈ 10ാം മാസം കർത്താവ് നമ്മോട് മനസ്സലിയട്ടെ. കർത്താവ് മനസ്സലിഞ്ഞാൽ ആരും തൊടാത്ത വിഷയം, ആരും ഏറ്റെടുക്കാത്ത വിഷയം, ആരും ശ്രദ്ധിക്കാത്ത വിഷയം എന്റെ കർത്താവ് ശ്രദ്ധിക്കും, എന്റെ കർത്താവ് ഏറ്റെടുക്കും, എന്റെ കർത്താവ് തൊടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ഇന്ന് രാത്രി പറ, എന്റെ കർത്താവ് എന്നോട് മനസ്സലിഞ്ഞാൽ. ഓ റബ ശന്തൽ കരാതി അർത്തൽ പ്രഭാതി അൽക്കരച്ച സിയാന. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ കർത്താവിന്റെ ആത്മാവിന്റെ നിറവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവജനത്തോട് പ്രവചിക്കുകയാണ്. കർത്താവ് ഈ രാത്രിയിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ചിലരോട് മനസ്സലിയാൻ പോകുകയാണ്. ആരും തൊടാത്ത ചില വിഷയങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്ന രാത്രിയാണിത്. ആരും ശ്രദ്ധിക്കാത്ത ചില വിഷയങ്ങളെ ഓ റബ ശന്തൽ കരാജകൾ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ആരും ശ്രദ്ധിക്കാത്ത, ആരും ഏറ്റെടുക്കാത്ത, ആരും തൊടാത്ത ചില വിഷയങ്ങളെ കർത്താവ് ഇന്ന് രാത്രി ആഴത്തിൽ ഏറ്റെടുക്കാൻ പോകുക. കർത്താവ് എന്താ ഏറ്റെടുക്കുന്ന കാര്യം എന്നറിയോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന കർത്താവിന്റെ ഹൃദയത്തിനകത്ത് വന്നു. നിങ്ങളുടെ വേദന കർത്താവിന്റെ ഹൃദയത്തിനകത്ത് വന്നു. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് ദൈവത്തിന് ആമേൻ. ഹല്ലേലൂയ. യേശു മനസ്സലിഞ്ഞു. ഇനി നിങ്ങൾ കേട്ടോണം, യേശു മനസ്സലിഞ്ഞിട്ട് അവളോട് പറഞ്ഞ വാക്ക് എന്താണെന്ന്. വാക്ക് എന്താണെന്നറിയോ? യേശു മനസ്സലിഞ്ഞിട്ട് വിധവയോട് പറഞ്ഞ വാക്ക് കരയണ്ട. യേശു കരയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കരയണോ? വേണ്ട. യേശു കരയണ്ടെന്ന് പറഞ്ഞാൽ വിഷയത്തിനകത്ത് മറുപടിയായെന്ന്. കരയണ്ട. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കരയണ്ട എന്ന് പറഞ്ഞു, അവൻ അടുത്ത് എന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ഇനി അതിനകത്തുനിന്ന് ചില ആത്മീയ സത്യങ്ങൾ, ആത്മീയ വചനത്തിന്റെ പ്രകാശനങ്ങൾ ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി തുറപ്പാൻ ആഗ്രഹിക്കുക. യേശു അടുത്ത് എന്ന് മഞ്ചത്തെ തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ചുമക്കുന്നവനല്ല, ചുമക്കുന്നവരാ. ഇന്ന് ചുമക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 4 പേര് കാണാം, അല്ലെങ്കിൽ 6 പേര് കാണാം, അല്ലെങ്കിൽ 8 പേര് കാണാം, കൂടിപ്പോയാൽ 10 പേര് കാണാം. അപ്പൊ ചുമക്കുന്നവരെന്നാ. ചുമക്കുന്നവൻ എന്നാണെങ്കിൽ ഒരു വ്യക്തിയെ കാണൂ. പക്ഷെ ചുമക്കുന്നവർ ബഹുവചനമായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒന്നെങ്കിൽ 4, 6, 8, 10 പേര് കാണാം. 10 പേര് ചുമന്നുകൊണ്ട് ആ മഞ്ചം ചുമന്നുകൊണ്ട് പോകുകയാണ്. യേശു മഞ്ചത്തെ തൊട്ടു. അടുത്തത് നിങ്ങൾ പറഞ്ഞ് വായം നനയ്ക്കുകയും ചുമക്കുന്നവർ നിന്നു. ചുമക്കുന്നവർ നിന്നു. ഇത് ഞാൻ ചോദിക്കട്ടെ, തൊടുക എന്ന് പറഞ്ഞാൽ സാധാരണ സ്പർശനാണോ, കാര്യമായ സ്പർശനാണോ? തൊടുക എന്ന് പറഞ്ഞാൽ കാര്യമുള്ളതല്ല, ഒരു സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പർശനമാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു ബെത്സയിദിലെ കുരുടന്റെ കൈക്ക് പിടിച്ചൂരിന് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു മഞ്ചത്തെ തൊട്ടു എന്ന. അപ്പൊ ഞാൻ പറയുന്നു, തൊട്ടുക എന്ന് പറഞ്ഞാൽ നേരിയ സ്പർശനമാണ്, കാര്യമായ സ്പർശനമല്ല. യേശു മഞ്ചത്തെ തൊട്ടു. ഏതു വശത്തും നമുക്കറിയില്ല, പക്ഷെ മഞ്ചത്തെ തൊട്ടുന്ന വചനം. യേശു മഞ്ചത്തെ തൊട്ടപ്പോ ചുമക്കുന്നവൻ 4 പേരാണെങ്കിലും 8 പേരാണെങ്കിലും 10 പേരാണെങ്കിലും അതേ സ്പോട്ടിൽ അവൻ നിന്നെങ്കിൽ ദൂത് എന്താണെന്നറിയോ? യേശു മഞ്ചത്തെ തൊട്ട മാത്രമേ ചുമക്കുന്നവരിൽ നിന്ന് നിയന്ത്രണം കർത്താവിലേക്ക് വരികയാണ്. ഞാൻ പറയും, ദൂത് മനസ്സിലാവുന്നു? യേശു മഞ്ചത്തെ തൊട്ട മാത്രയിൽ ചുമക്കുന്നവരിൽ നിന്ന് നിയന്ത്രണം തൊട്ടവനിലേക്ക് വരികയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോട് ശക്തമായിട്ട് പറയുന്നു, ചുമക്കുന്നവരുടെ നിയന്ത്രണം ഇന്ന് രാത്രി പൊട്ടുക. തൊട്ടവന്റെ നിയന്ത്രണം നമ്മുടെ കുടുംബം ഇന്ന് രാത്രി അനുഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമേൻ പറ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവോട് വ്യക്തമായിട്ട് പറയുന്നു, ഇനി ചുമക്കുന്നവരല്ല കാര്യം തീരുമാനിക്കുന്നത്, തൊട്ടവൻ കാര്യം തീരുമാനിക്കും. തൊട്ടവൻ കാര്യം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തിപ്പറ. 2024 ഈ 10ാം മാസത്തിൽ ചുമക്കുന്നവരല്ല എന്റെ വീടിനകത്തെ കാര്യം തീരുമാനിക്കുന്നത്. എന്നെ തൊട്ടൊരു കർത്താവുണ്ട്, അവൻ കാര്യങ്ങളെ മുഴുവൻ ഈ ദിവസം നിയന്ത്രിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി അടുത്ത ദൂത് അതിനേക്കാൾ ഗംഭീരമാണ്. എല്ലാവരും കേട്ടോണം. ചുമക്കുന്നവരുടെ ലക്ഷ്യം എന്താ? ചുമക്കുന്നവരുടെ ലക്ഷ്യം എന്താ? ചുമക്കുന്ന ലക്ഷ്യം ഒരു വശത്ത് നല്ലതാണെങ്കിലും മറുവശം നാം ആത്മീയമായി ചിന്തിച്ചാൽ ആ ലക്ഷ്യത്തിന് ഒത്തിരി 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 എന്താ പറയുന്നേ ദുർവശങ്ങളുണ്ട്.
ചുമക്കുന്നവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ സെമിട്രി വരെ കൊണ്ടെത്തിക്കണം. പിന്നീട് മണ്ണിനടിയിലോ കല്ലറയ്ക്കകത്തോ അവനെ എടുത്തു വെക്കണം. കേൾക്കുന്നുണ്ടോ? ആത്മീയമായി ചിന്തിച്ചേ. മറ്റു രീതിയിലൊക്കെ ചിന്തിച്ചാൽ അതിന്റെ ഗൗരവത്തിന്റെ ആ ദൂതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആത്മീയമായി ചിന്തിച്ചാൽ ചുമക്കുന്ന ലക്ഷ്യം എന്താ? എങ്ങനെയെങ്കിലും സെമിട്രിയിൽ കൊണ്ടുവയ്ക്കണം, അല്ലേ? അല്ലെങ്കിൽ അവനെ മണ്ണിനടിയിൽ താഴ്ത്തണം, അല്ലെങ്കിൽ കല്ലറയ്ക്കകത്ത് വെക്കണം. എന്നൊരു വ്യക്തമാക്കി പറഞ്ഞാൽ ചുമക്കുന്നവരുടെ ലക്ഷ്യം മുഴുവൻ നിന്റെ തകർച്ചയാണ്. പക്ഷെ തൊട്ടവന്റെ ലക്ഷ്യം പറ, തൊട്ടവന്റെ ലക്ഷ്യം പറ, യേശുവിന്റെ ലക്ഷ്യം പറ. യേശുവിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ആ തലമുറയെ എഴുന്നേൽപ്പിക്കണം. നൈൻ പട്ടണത്തിലെ വിധവയെ വിധവയുടെ മകനെ തൊട്ട് എഴുന്നേൽപ്പിക്കണം. എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, അവന്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കണം. കേൾക്കുന്നുണ്ടോ? എല്ലാവരും ആ ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? ചുമക്കുന്നവരുടെ ലക്ഷ്യം മുഴുവൻ നീ തകരണമെന്നാണ്, നീ അധപ്പതിക്കണമെന്നാണ്, നീ തീർന്നു പോകണമെന്നാണ്, നീ ഒരിക്കലും പൊങ്ങി വരരുതെന്നാണ്. പക്ഷെ തൊട്ടവൻ ലക്ഷ്യം നീ ഒരിക്കലും തീർന്നു പോകണമെന്നല്ല, നീ ദൈവസന്നിധിയിൽ നിൽക്കണമെന്നുള്ള ലക്ഷ്യമാണ്. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് ഇടപെടുന്നു. ചുമക്കുന്നവരുടെ ലക്ഷ്യം ഇന്ന് രാത്രി പൊളിയുകയാണ്, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് ആ ദൂത്? ചുമക്കുന്നവരുടെ ലക്ഷ്യം ഇന്ന് രാത്രി പൊളിയുന്നു. കർത്താവിന്റെ ലക്ഷ്യം ചില കുടുംബത്തിനകത്ത്, ചില തലമുറയിൽ സാധ്യമാകാൻ പോവുക. ചുമക്കുന്നവരുടെ ലക്ഷ്യം 4 പേരോ 8 പേരോ 10 പേരോ ആണെങ്കിൽ അവരുടെ ചിന്ത മുഴുവൻ അവൻ എങ്ങനെയെങ്കിലും കല്ലറക്കകത്ത് വെക്കണമെന്നാണ്, എങ്ങനെയെങ്കിലും അവൻ തീർന്നു പോകണമെന്നാണ്. പക്ഷെ ഇന്ന് രാത്രി തൊട്ടവൻ ലക്ഷ്യം പരിശുദ്ധാത്മാവ് ചില കൂടാരങ്ങളിൽ പകരാൻ പോകുകയാ. തൊട്ടവൻ ലക്ഷ്യം ഈ അമ്മയ്ക്ക് ജീവനോടെ ഈ മകനെ തിരികെ നൽകണം. ഓ റാസാന്തൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൂതിനോട് പ്രതികരിച്ച് ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ കർത്താവിന്റെ ചില അദൃശ്യമായ സ്പർശനം ഈ രാത്രി ചില തലമുറയുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. വാക്കു പറഞ്ഞ് ആഹാബും ഇസബേലും ഏലിയാവിന് നേരെ വാക്കു പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും തകരണമെന്നുള്ളതാണ്. പക്ഷെ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്ന് തൊട്ടിട്ട് ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവ് നീ ഇവിടെ ഇരിക്കാനുള്ളതല്ല, നീ ദൂരെ യാത്ര ചെയ്യാനുള്ളതാണ്. എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രി തൊട്ടവൻ ലക്ഷ്യം ചില കൂടാരങ്ങളിലേക്ക് വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാര് ഇന്ന് രാത്രി ഇറങ്ങി വന്ന് ചിലരെ തൊടുന്ന രാത്രി. ഓ അതലക ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളോട് ആത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുക. തൊട്ടവൻ ലക്ഷ്യം കുടുംബം തിരിച്ചറിയാൻ പോകുകയാണ്. തൊട്ടവൻ ലക്ഷ്യം കുടുംബങ്ങൾ തിരിച്ചറിയാൻ പോകുകയാണ്. ഇനി ചുമക്കുന്ന ലക്ഷ്യം പൊളിയാൻ പോകുന്ന രാത്രിയാണ്. ചുമക്കുന്ന ലക്ഷ്യം ഇന്ന് രാത്രി പൊളിയുകയാണ്. നീ എങ്ങനെയെങ്കിലും തീരണമെന്ന്, നീ എങ്ങനെയെങ്കിലും അധപ്പതിക്കണമെന്ന്, നീ പൊങ്ങി വരരുത്, നിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങൾ തീർത്തു കളയുമെന്ന് പറയുന്ന ആ ചുമക്കുന്നവരുടെ ലക്ഷ്യം ഇന്ന് രാത്രി പൊളിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. തൊട്ടവന്റെ ലക്ഷ്യത്തിലേക്ക് സഭ തിരിയട്ടെ, തൊട്ടവന്റെ ലക്ഷ്യത്തിലേക്ക് കുടുംബങ്ങൾ തിരിയട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും ചേർന്ന് കരമുയർത്തി ആ ദൂതിനെ രാമേ സന്തോഷത്തോടെ കരമൊന്ന് അടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇനി അടുത്ത ദൂത് നിങ്ങൾ കേട്ടോ. ചുമക്കുന്നവർ എന്നാണ്. ഇനി ചുമക്കുന്നവർ എത്ര ബലശാലിയാണെങ്കിൽ, ചുമക്കുന്നവർ എത്ര കരുത്തരാണെങ്കിൽ, ചുമക്കുന്നവർ എത്ര പാരമ്പര്യവാദികളാണെങ്കിൽ, ഒത്തിരി എക്സ്പീരിയൻസ് പറയാനുള്ളവർ ആണെങ്കിൽ, ഒത്തിരി പേരെ ചുമന്ന് ഞങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട് സെമിട്രിയിൽ. ഒത്തിരി പേരെ ചുമന്ന് ചരിത്രം ഞങ്ങൾക്കുണ്ട്. ഒത്തിരി പേരെ ചുമന്ന് സെമിട്രി വരെ കൊണ്ടെത്തിച്ച് ഒത്തിരി ചരിത്രം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ആരോഗ്യമുള്ളവരാണ്, ഞങ്ങൾ ബലമുള്ളവരാണ്, ഒത്തിരി പാരമ്പര്യം ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന ചുമക്കുന്നവർ എത്ര കരുത്തരാണെങ്കിൽ, ചുമക്കുന്നവർ എത്ര ബലശാലിയാണെങ്കിലും, ചുമക്കുന്നവർ എത്ര ആരോഗ്യ ദൃഢഗാത്രരാണെങ്കിലും, എത്ര ബലമുള്ള കഴിവുള്ള ആസ്തിയുള്ളവരാണെങ്കിലും, കർത്താവിന് ആ വിഷയത്തെ കർത്താവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഒന്ന് തൊട്ടാൽ മതിയെന്ന് ഞാൻ പറയും. ദൂത് മനസ്സിലാവുന്ന നിങ്ങൾക്ക്?
ചുമക്കുന്നവർ എത്ര ബലമുള്ളവരാണെങ്കിൽ, എത്ര പാരമ്പര്യം പറയാനുള്ളവരാണെങ്കിൽ, കർത്താവിനെ, വിധവയുടെ ഏകജാതനായ മകനെ യേശുവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഒന്ന് തൊട്ടാൽ മതിയെന്ന്. അപ്പൊ ചുമക്കുന്നവർ അത്ര കരുത്തരാണെങ്കിലും യേശു സർവശക്തനാണ്. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ചുമക്കുന്നവർ എത്ര ബലശാലിയാണെങ്കിലും എന്റെ ദൈവം ബലത്തിൻ ബലമുള്ളവനാണ്. അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനായ ദൈവമാണ്, അവൻ സമാധാനം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന രാമീൻ പറ. ഇന്ന് രാത്രിയിലും പാരമ്പര്യങ്ങൾ, ദുഷ്ടയാധികാരങ്ങൾ, പൗരോഹിത്യ മേഖലകൾ, ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ, മന്ത്രവാദങ്ങൾ എത്ര കരുത്തുള്ളതാണെങ്കിലും ഇന്ന് രാത്രി തൊട്ടവൻ അതിനേക്കാൾ കരുത്തുള്ളവനാണ്, തൊട്ടവൻ അതിനേക്കാൾ ബലമുള്ളവനാണ്, തൊട്ടവൻ അതിനേക്കാൾ ശക്തി. ഓ റബ ശംദൽ കരാദിയ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജയം. ഞാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞ് ആ വാക്കിനെ ഞാൻ സ്വന്തം അവസാനിപ്പിക്കാം. ഞാൻ പറയാറുണ്ട്, ഇസബേല് എത്ര മന്ത്രവാദിനിയാണെങ്കിലും, എത്ര ശക്തിയുള്ള പൈശാചിക തീവ്രതയുള്ള ഒരു സ്ത്രീ ശക്തിയാണെങ്കിലും, ഇസബേലിന്റെ ഒരു വാക്കിനകത്ത് ഏലിയാവ് ചൂരച്ചയുടെ കീഴിൽ വന്ന് കിടക്കുമ്പോഴും ദൈവം ദൂതനെ അയച്ച് ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ചു എന്ന് വചനമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഇസബേല്, നിന്റെ എത്ര വാക്കിന്റെ സ്വാധീനം അനേകരെ തകർത്തു കളഞ്ഞെങ്കിലും, അനേകരെ ഒടുക്കി കളഞ്ഞെങ്കിലും, എനിക്ക് പദ്ധതിയുള്ള എന്റെ മകനായ ഏലിയാവിന് നേരെ നീ പറഞ്ഞുവിട്ട ആ അസ്ത്രം, പറഞ്ഞുവിട്ട ആ മരണത്തിന്റെ അസ്ത്രത്തെ എനിക്ക് പൊട്ടിക്കണമെങ്കിൽ ദൂതനെ ഇറക്കി ഒന്ന് തൊട്ടാൽ മതി എന്ന് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറയണം കേട്ടോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ശത്രു എത്ര പ്രബലനാണെങ്കിലും, ശത്രു എത്ര കരുത്തുള്ളവനാണെങ്കിൽ എന്റെ യേശു അതിബലമുള്ള ദൈവമാണ്, അവൻ അതിശക്തനായ ദൈവമാണ്, അവൻ സർവശക്തനാണ്, അവൻ എൽ ഷദായി ആണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് രാമേൻ പറയാം. യേശുവിൻ നാമത്തിൽ ജയം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു ബാലിക് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെ: മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. യേശു ബാലിക്കാനെടുക്ക് ചെന്ന് എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇനി അടുത്ത വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. സ്തോത്രം. നയീൻ പട്ടണത്തിലെ വിധവയുടെ ഏകജാതനായ മകൻ എഴുന്നേറ്റു വന്നപ്പോ ജനം കൊടുക്കുന്ന ഒരു ഭയങ്കര സന്തോഷത്തിന്റെ വർത്തമാനമാണ്, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കും. ഇനി നിങ്ങൾ ആ പാരഗ്രാഫ് മുഴുവൻ വീട്ടിൽ സ്തോത്രം ഈ പ്രസംഗത്തിന് ശേഷം വായിച്ചു മനസ്സിലാക്കണം. 11-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ, ആ 11-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ 4 സംഭവങ്ങളുണ്ട്. 1, ഒരു പ്രശ്നമുണ്ട്. 2, പ്രശ്നത്തിന് മുമ്പിൽ കരയുന്നൊരു മാതാവുണ്ട്. 3, പ്രശ്നത്തോട് സംസാരിക്കുന്ന, പ്രശ്നത്തെ ചുമക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. 4, പ്രശ്നത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, പ്രശ്നമുണ്ട്. 2, പ്രശ്നത്തിന് മുമ്പിൽ കരയുന്ന ഒരു മാതാവുണ്ട്. 3, പ്രശ്നത്തോട് സംസാരിക്കുന്ന, പ്രശ്നത്തെ ചുമക്കുന്ന ഒരാളുകളുണ്ട്. 4, പ്രശ്നത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നത്തിന് നടുവിൽ നാം പലപ്പോഴും കരയാറുണ്ട്. പ്രശ്നത്തെ നാം ചുമന്നുകൊണ്ട് നടക്കാറുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഈ 3 മേഖലകൾ പൊട്ടിച്ച് 4-ാമത്തെ മേഖലയിലേക്ക് നാം ഒരുമിച്ച് കയറാൻ പോവുക. ഈ 4-ാമത്തെ മേഖലയിൽ നിൽക്കുന്ന ഒരു വലിയ സമൂഹമല്ല, ഒരൊറ്റ വ്യക്തിയാ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാ. കർത്താവായ യേശുക്രിസ്തു പ്രശ്നം എന്ന് പറഞ്ഞില്ല, പ്രശ്നത്തെ ചുമന്നു എന്നില്ല, പ്രശ്നത്തിൽ കരഞ്ഞു എന്നില്ല. യേശു പ്രശ്നത്തോട് അധികാരത്തോടെ സംസാരിച്ചു. പ്രശ്നത്തോട് അധികാരത്തോട് സംസാരിച്ചപ്പോ പ്രശ്നം ഒരു തീരാ പ്രശ്നമായി മാറിയില്ല. പ്രശ്നം ഒരു മറുപടി പോലെ എഴുന്നേറ്റ് വന്നു യേശുവോട് സംസാരിക്കാൻ തുടങ്ങിയെങ്കിൽ ഈ യോഗം അവസാനിക്കും മുമ്പേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് ഇടപെടുക. ആ പ്രശ്ന നടുവിൽ നമുക്ക് അധികാരത്തോടെ സംസാരിക്കാം. പ്രശ്ന മുമ്പിൽ നമുക്ക് അധികാരത്തോടെ സംസാരിക്കാം. വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ പ്രശ്നമേ വഴിമാറെന്ന്
അധികാരത്തോടെ നമുക്ക് സംസാരിക്കാം. ഞാനൊരു വാക്കൂടെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചെങ്കടലിന്റെ തീരത്ത് ഇസ്രായേൽമാർക്ക് നിൽക്കുമ്പോൾ മോശയുടെ ദൈവം പറഞ്ഞു, മോശെ കയ്യിലെന്താ? മോശ പറഞ്ഞു, കയ്യിൽ ഒരു വടിയാ. ചെങ്കടൽ നീട്ടുക. ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇനി യോശുവയുടെ കാലമായി. യോശുവയുടെ കാലമായപ്പോ യോർദാൻ വന്നു. യോർദാൻ വന്നപ്പോ യോശുവയുടെ ദൈവം പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ വെക്കട്ടെ. പിന്നീട് എരിഹോ വന്നു. എരിഹോ വന്നപ്പോ ദൈവം പറഞ്ഞു, 6 ദിവസം നിങ്ങൾ ചുറ്റണം. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം. 7 പ്രാവശ്യം അവർ ചുറ്റുന്ന സമയത്ത് ഇതാ എരിഹോ അവർക്ക് മുമ്പിൽ ഇടിഞ്ഞു വീണു. എന്നാൽ പുതിയ നിയമം പരിശോധിക്കുമ്പോ ദൈവം പറയുന്നത് കൈ നീട്ടാനല്ല, കാല് വെക്കാനല്ല, ചുറ്റി നടക്കാനല്ല, വാ തുറന്ന് അധികാരത്തോടെ സംസാരിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ ഒന്നും സംശയിക്കാതെ ഈ മലയോട് ചാടി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഇന്ന് രാത്രി വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ പ്രശ്നം വഴിമാറ് എന്ന അധികാരത്തോടെ സംസാരിച്ചാൽ നമ്മുടെ കർത്താവ്, അധികാരമുള്ള കർത്താവ്, അതിനെ മാറ്റാൻ കരുത്തുള്ള ദൈവം, അത് നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റി ഇന്ന് രാത്രി ദൂരെ എറിഞ്ഞു കളയും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച എല്ലാ കണ്ണുകളും അടച്ച് ഓഡയമാന ഹംദൽക്കരാദി റുബിക്കാന സൈതറബ സൈതൽക്കരാദി റബാല ഹഷൽക്കര ജലാഖരാദിയ റുബാല മൗഷകേനിയം ദൽകമനഗഡഗസി ലെനു എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് കാണാം ഇതിനകത്ത്. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുക. പ്രതീക്ഷകളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഒന്നുകൂടെ പുനഃസ്ഥാപിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. എവിടെയാണോ പ്രതീക്ഷകളെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ട് പ്രതികൂലം പൊങ്ങി നിൽക്കുന്നത്, അവിടെ തന്നെ ഉറപ്പുള്ള ചില പ്രതീക്ഷകൾ കൂടാരത്തിനകത്ത് ദൈവം തുറക്കാൻ പോവുക. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിന്ന് ദൈവത്തിന്റെ വചനം സഞ്ചരിക്കാൻ പോകുകയാണ്, പുറപ്പെടാൻ പോകുകയാണ്. വചനം ഇന്ന് രാത്രി സഞ്ചരിച്ച് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുന്ന വെളിപ്പാട് ദൈവം എന്നെ കാണിക്കും. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടാൻ പോകും. എന്റെ വായിൽ നിന്നും പുറപ്പെട്ട എന്റെ വചനം നിന്നെ കാര്യം സാധിപ്പിക്കാതെ, അയച്ച ഇഷ്ടം നിവർത്തിക്കാതെ അയച്ചവന്റെ അടുക്കലേക്ക് മടങ്ങി വരില്ല എന്ന ദൈവവചനത്തിന്റെ പ്രഖ്യാപനം നിങ്ങളിൽ സംഭവിക്കാൻ പോകുക. നിങ്ങളായിരിക്കുന്ന സ്ഥലം എനിക്കറിയില്ല, പക്ഷേ വചനം നിങ്ങളിൽ നിന്ന് സഞ്ചരിക്കാൻ പോകുന്നു. ചില കെട്ടുകൾ അടിക്കാം, ചില ദുഷ്ടമേഖലകളെ പൊളിച്ച് ചില വിജയം വരുത്തുവാൻ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കാൻ പോവുകയാണ്. ഉടയമൻ ഹസ്തൽ കരാദയ ഉറാബ ഖനാസി അർക്കബദനയാറബൗഷിഗാല. പത്രോസിന്റെ ദൂരെ യെരൂശലേമിൽ സഭ പ്രാർത്ഥിക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പത്രോസ് കിടക്കുന്ന ഇടത്തേക്ക് ദൂതനിറങ്ങി കയ്യിലെ ചെങ്ങലകൾ അടിച്ചതുപോലെ, വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചതുപോലെ, 1, 2, 3 വാതിലുകൾ സ്വതവേ തുറന്നു വന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി നിൽക്കുന്ന വെളിപ്പാട് ദൈവനെ കാണിക്കുന്നു. ഈ രാത്രി പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് ഇടപെടുക. ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരികയാണ്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജയം. പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രതീക്ഷകൾ എവിടെയാണോ പ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടായത്, അവിടെ തന്നെ ഉറപ്പുള്ള ചില പ്രതീക്ഷയുടെ വഴികൾ എന്റെ ദൈവം തുറക്കുന്ന വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. ശക്തമായിട്ട് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. എല്ലാം കണ്ണുമടച്ച് പ്രാർത്ഥിക്കൂ. എന്ന് പറയുന്ന സഹോദരിക്ക് കാണാം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് രാത്രി പ്രവചിക്കുകയാണ്. ഞാൻ പ്രവർത്തിക്കും, ആരാണ് തടുക്കുന്നത്? ഞാൻ അനന്യനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. എന്റെ പ്രവൃത്തിയുടെ ആരംഭങ്ങൾ ഞാൻ കൂടാരത്തിനകത്ത് അയച്ച ദൈവമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ആരംഭങ്ങൾ തന്ന ദൈവം അതിന്റെ പൂർത്തീകരണവും നൽകാൻ വിശ്വസ്തനായ ദൈവമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. അതിനെ ജഗൽക്കമെന്ന ഹംശക്തിയാതിൽ മൂലക്കല്ലിട്ട ദൈവം ആണിക്കല്ല് കയറ്റാനും വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി ഇടപെടുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ യോഹന്നാന്റെ മുഖത്തേക്ക് നോക്കി തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു പറഞ്ഞില്ലേ, യോഹന്നാനെ ഞാൻ ആദ്യനും അന്ത്യനുമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കം മാത്രമല്ല യോഹന്നാനെ, ഞാൻ ഒടുക്കം കൂടെയാണ്, ഞാൻ പൂർത്തീകരിക്കുന്നവനാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യമില്ലേ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവ്, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ
നടത്തുന്നവനുമായ യേശു ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവുക. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പൂർത്തീകരിക്കപ്പെട്ട ചില മറുപടികൾ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ഈ ദിവസം പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ പൂർത്തീകരിക്കപ്പെട്ട ചില മറുപടികൾ ഇറങ്ങി വരുന്നൊരു വെളിപ്പാട് ദൈവം എന്നെ കാണിക്കുന്നു. ഉറാബ ശന്തൽ കരാജൽ പാതി നന്മയല്ല, പാതി വഴിയല്ല, പൂർത്തീകരിക്കപ്പെട്ട ഒരു മറുപടി നിങ്ങളുടെ കൂടാരത്തിനകത്തേക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വരുന്നൊരു വെളിപ്പാട് ദൈവം കാണിക്കുന്നു. ശക്തമായി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അതകജനകടക ശന്തൽ കരാജല് റബാത്തുമീനി അന്തർ യേശു തൊട്ട് നിയന്ത്രണം മുഴുവൻ കർത്താവ് ഏറ്റെടുക്കുന്ന പോലെ നിയന്ത്രിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഇറങ്ങുക. ഇനി ചുമക്കുന്നവർ അല്ല കാര്യം തീരുമാനിക്കുന്നത്, കർത്താവ് കാര്യം തീരുമാനിക്കും. ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ എല്ലാ കണ്ണും അടച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. കമോ ഊഡയബാല ഹസാറതല ബാബ റികബതല മംഷികലബറക അർത്തിദി ചബൽകബന ഘടകസിയാന റദിനി ഘടകസി ആന്തൽക്ക് മോബിന്ദറനെ കർത്താവിന്റെ ഇന്ന് രാത്രി ഇടപെടുകയാ. ദൈവം നമുക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കും. നെഹമ്യാ പറഞ്ഞ വാക്ക, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കും. നമുക്കിപ്പോ ഭരണം അനുകൂലമല്ലെങ്കിലും, ഇപ്പോ നമുക്ക് ആരും അനുകൂലമല്ലെങ്കിലും ദൈവമാണ് നമ്മെ അയച്ചതെങ്കിൽ സ്വർഗം കാര്യം സാധിപ്പിക്കും. ദൈവദൂത നിങ്ങൾ വ്യക്തമായിട്ട് ഇടപെടുകയാ. ദൈവം നിങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. പ്രതീക്ഷ അറ്റ ചില വിഷയങ്ങളുടെ മേൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ഈ ദിവസം വിചാരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ പുത്തൻ പ്രതീക്ഷയുടെ വാതിലുകൾ, പുത്തൻ പ്രതീക്ഷയുടെ ചിറകുകൾ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന രാത്രിയാ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. എവിടെയാണ് പ്രതീക്ഷകളൊക്കെ ശൂന്യമായത്, അവിടെ തന്നെ ഒരു നിറവിന്റെ പ്രതീക്ഷ, ഒരു നിറവിന്റെ ഒരു നിറവിന്റെ പ്രതീക്ഷ കർത്താവ് ഇന്ന് രാത്രി കൈമാറുകയാ. ഏറ്റെടുക്കാൻ ദൈവാത്മാവിന്റെ ദൂത് അടകജൽ കഥ ഈ 10ാം മാസം ആത്മാവിനോട് പറയുന്നു. പുത്തൻ മറുപടികൾ പൊങ്ങി വരാൻ പോകുകയാ. മൂടിപ്പോയ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ മൂടിപ്പോയ ചില മറുപടികൾ പൊങ്ങി വരുന്നൊരു വെളിപ്പാട് ദൈവത്തെ കാണിക്കുന്നു. ശക്തമായി പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. എല്ലാ കണ്ണും അടച്ച് പ്രാർത്ഥിക്കൂ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പ്രതീക്ഷകൾ എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടത്, അവിടെയെല്ലാം മനസ്സിലുള്ള ദൈവം പ്രതീക്ഷകളെ മടക്കി നൽകുന്ന രാത്രിയാണ്. പ്രതീക്ഷകളെ മടക്കി നൽകുന്ന രാത്രിയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ചെത്തുന്നത് നൈൽ പട്ടണത്തിൽ വിധവയുടെ ഏകജാതനായ മകനെ ഉയർപ്പിച്ച അവിടുത്തെ സന്ദർശനത്തിന്റെ കരം ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കൂടാരങ്ങൾക്കകത്ത്, തലമുറകൾക്കകത്ത്, കുടുംബജീവിതത്തിനകത്ത് തകർച്ചകൾ മാറ്റുന്ന, തലമുറയെ കുറിച്ചുള്ള ആദിയും ആവലാതിയും ഒക്കെ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് അങ്ങ് നിയന്ത്രണം തലമുറ ഏറ്റെടുക്കണമേ. അങ്ങ് കുടുംബം കണ്ട നിയന്ത്രണം ഏറ്റെടുക്കണമേ. അങ്ങ് ഇന്ന് രാത്രി തലമുറയെ തൊടണമേ. ചുമക്കുന്നവരുടെ നിയന്ത്രണത്തിൽ നിന്ന് കർത്താവ് നിയന്ത്രണങ്ങൾ ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം. ഉപവാസ പ്രാർത്ഥന 2ാം ദിവസം രാത്രി പരിശുദ്ധ ആഴമായി തന്റെ ജനത്തോട് സംസാരിച്ചു എന്നാണ് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നത്. കർത്താവ് ഈ സന്ദേശം അവരുടെ ഹൃദയത്തെ പണിയണമേ. അവരുടെ ഹൃദയത്തെ ആഴമായിട്ട് ഈ സന്ദേശം ഉറപ്പിക്കണമേ. കർത്താവ് മനസ്സറിയട്ടെ. കർത്താവ് ഹൃദയം കണ്ട് മനസ്സറിയട്ടെ. കരച്ചിലുകൾ കണ്ട് മനസ്സറിയട്ടെ. ആരും തൊടാത്ത ചില വിഷയങ്ങളെ ഇന്ന് രാത്രി കർത്താവ് തൊട്ട് വിടുവിക്കുന്നതിനായി സ്തോത്രം. ജോണിപ്പാസ്റ്റർക്കായി, കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഈ വചനം കൊണ്ട് ധൈര്യപ്പെടുത്തും, അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണം ഓർക്കുമ്പോൾ കർത്താവ് സഹായിക്കും.